ഹലോ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ താറിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കുമ്പളയ്ക്കും മൊഗ്രാലിനും ഇടയിലാണ് കേട്ടോ. ഇപ്പോൾ ഇതവിടെ പരിപാടികളൊക്കെ പേവർ വെക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു വരുന്നേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ലോഡുമായി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണിയാട്ടൻ്റെ വണ്ടിയും ലോഡുമായിട്ട് ഇതാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പേവറൊന്നും ഇവിടെ സെറ്റാക്കിയില്ല, ചെറിയൊരു പരിപാടി അവിടെ ബാക്കിയുണ്ട്. നമ്മുടെ വർക്കേഴ്സൊക്കെ ഇത് അവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ EMS ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ താറിങ് നടക്കുന്ന കാര്യം മൂപ്പർ അറിയില്ല. അപ്പോൾ വഴി ബ്ലോക്കാണിതോ, ഇവിടെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പേവറൊക്കെ ഇതാ ഇവിടെ സെറ്റായി, മൊത്തം കാര്യങ്ങൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താറിങ് ഇതാ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിത് താറിങ് തുടങ്ങാൻ വേണ്ടി പോവാണേ. നമ്മുടെ എല്ലാ സാധനങ്ങളും ഇത് ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. നമ്മുടെ 2 ലോഡ് വന്ന് ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ നമ്മുടെ പേവർ കുട്ടന്മാർ അതാ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ പേവർ ഇതാ ഇവിടെ സെറ്റായി കഴിഞ്ഞു. മൊത്തം സെൻസറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വെക്കേണ്ട പേവർ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ പേവർ സെറ്റാക്കിയിട്ട് ഈ പേവറിൽ നിന്ന് വേണം തുടങ്ങാൻ. നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ പേവറൊക്കെ ഇവിടെ കൊണ്ടുവച്ചു. ആദ്യം തന്നെ നമ്മുടെ വണ്ടിയാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ലോഡ് ഇത് അവിടെ തട്ടി തുടങ്ങി. സമയം ഏതാണ്ട് 7 മണിയായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പേവർ സ്റ്റാർട്ടായി, മിക്സ് ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ മണിയടൻ ഇവിടുന്നുണ്ട്, രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുന്നു. അതേപോലെ നമ്മുടെ കണ്ണൻ ഇവിടെ ഉണ്ട്. നമ്മുടെ മണിയാട്ടൻ്റെ വണ്ടി അതാണ് കേട്ടോ. നമ്മളാ ലോഡിപ്പം തട്ടിക്കൊണ്ടിരിക്കുകയാണിത്. അനീഷേട്ടൻ്റെ വണ്ടിയാണ് ഇപ്പോൾ ലോഡ് തട്ടുന്നത്. ഫസ്റ്റ് വണ്ടി തന്നെ നമ്മുടെ അനീഷേട്ടൻ്റെ വണ്ടിയാണ്, അതായത് നമ്മുടെ വണ്ടി. ഞാനും അനീഷേട്ടൻ്റെ കൂടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇവിടെ പേവർ വലിച്ചു തുടങ്ങി. ഇത് നമ്മുടെ ഫൈനൽ ലെവൽ താറിങ്ങിൻ്റെ വർക്കാണ്. ഇപ്പോൾ കർണാടക വണ്ടിയൊക്കെ ഇതിലൂടെ ചേറിപ്പാഞ്ഞു പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ചെയിൻ ഇങ്ങനെ വലിഞ്ഞ് പോകണതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പേവർ ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. നമ്മുടെ ഓപ്പറേറ്റർ ഈ ഒരു ചെയിനെ ബേസ് ചെയ്താണ് പേവർ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മുടെ കണ്ണന്റെ വണ്ടിയൊക്കെ തട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലോഡെടുത്ത് ഇങ്ങനെ സൈഡിൽ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ 2 വണ്ടി ഇതാ ലോഡുമായി വരുന്നുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള വെയിലാണ് കേട്ടോ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രക്കും നല്ല ചൂടാണ്. വലിയ രീതിയിലുള്ള വെയിലുമാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ തട്ടി വരുന്നുണ്ട്. നമ്മുടെ ലോഡ്
ഫസ്റ്റ് വേവറിലോട്ട് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് വേവർ ഇപ്പോൾ തട്ടി നമ്മുടെ ലോറിയെ തള്ളി ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാ രണ്ടാമത്തെ പേവറിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി, അടുത്ത വണ്ടി ഇവിടുന്ന് ഇതാ നേരെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വണ്ടികൾ നേരെ പോയിട്ട് ഇതാ നമ്മുടെ രണ്ടാമത്തെ പേവറിലോട്ട് വയ്ക്കണം. അപ്പോൾ പണിക്കാരൊക്കെ നല്ല ആക്റ്റീവായി തുടങ്ങി. ഇവിടെ ചെറുതായിട്ട് കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയൊരു പ്രശ്നം വരുന്നില്ല. എന്നാലും ചൂട് അങ്ങനെ തന്നെ ഉണ്ട്. ചൂടിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചെറിയൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എല്ലാവരും ക്ഷീണാവസ്ഥയിലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താരങ്ങിപ്പോൾ നമ്മുടെ മൊഗ്രാലി അണ്ടർപാസേൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ അണ്ടർപാസേൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ താരങ്ങിപ്പോൾ. ഇനി നേരെ മൊഗ്രാൽ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തണം. നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കുമാർജിയൊക്കെ ഇതാ ഇവിടെ എത്തി കേട്ടോ. നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നുണ്ട്. എന്തിനാ സംഭവം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഡോറൊന്ന് ഇതിനെ വലിച്ചു പിടിക്കണം. നമ്മുടെ കുമാർജിൻ്റെ വണ്ടി ഇതാ ലോഡ് കട്ടാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഇട്ട് വിടുക. സാധനമൊക്കെ വരും. ഒന്നുകൂടി ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഇട്ട് വിടാം. ചെറുതായിട്ട് മുകളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി വേക്കോട്ട് എടുക്കാം. ഓക്കെ, ഫിനിഷായി. അപ്പോൾ നമ്മുടെ താറ് തട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നമ്മുടെ നായിക്കാപ്പിൽ പ്ലാന്റിൽ നിന്ന് കുറച്ച് ലോഡെടുത്ത് നമുക്ക് നമ്മുടെ പ്ലാന്റിലോട്ട് തട്ടണം. എന്നിട്ട് അവിടെ നിന്ന് മിക്സ് എടുത്തിട്ട് നേരെ ഇവിടെ തട്ടണം. ഇന്ന് കുറച്ച് പണി കുറച്ച് ജാസ്തിയാണ്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ നായിക്കാപ്പിൽ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇറ്റാച്ചി വരണം. ഇറ്റാച്ചി വന്നതിന് ശേഷം ഇതാ ഇവിടെയുള്ള ഈ മെറ്റീരിയൽസ് നമുക്ക് ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇറ്റാച്ചി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ല വെയിലാണ്. ഞാൻ ചെറിയൊരു തണൽ കിട്ടിയത് കൊണ്ട് ഇതാ ഈ മരത്തിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായിക്കാപ്പിൽ പ്ലാന്റ് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ താറിങ്ങിൻ്റെ അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ഒക്കെ പ്ലാന്റ് ഉണ്ട്. ഇവിടുന്ന് ഇപ്പോൾ താർ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ താറിന് മിക്സ് എടുക്കുന്നത് നമ്മുടെ മോർത്താന പ്ലാന്റിൽ നിന്നാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലാണ്. പിന്നെ കാറ്റുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ മരങ്ങളുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇറ്റാച്ചി വരണം. ഇറ്റാച്ചി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി ഇതാ നമ്മുടെ ടിപ്പർ ലോറിയുടെ പിറകിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇറ്റാച്ചി വന്ന് നേരെ ഇതുവഴി കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ എത്തി നിൽക്കണം. അവിടുന്ന് നമ്മുടെ ലോറിക്കകത്തോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഫുള്ളാക്കണം. നമ്മുടെ ഇതുപോലത്തെ ഇനിയും വണ്ടികൾ വരും. നമ്മുടെ മോർത്താന പ്ലാന്റിൽ 25 മെറ്റീരിയൽസ് കുറവായത് കൊണ്ടാണ് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് സാധനം എടുക്കുന്നത്. അപ്പോൾ ഇതിനടുത്താണ് നമ്മുടെ ലോഡ് തട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നിഖിലാട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കേറ്റിൻ്റെ 330 GC എന്ന മോഡലാണ് കേട്ടോ. ഇറ്റാച്ചി എല്ലാം മുകളിലോട്ട് കയറി പോവാണ്. അള്ളിപ്പിടിച്ച് ഇങ്ങനെ പോവാണ് നമ്മുടെ ഇറ്റാച്ചി കുട്ടൻ. ഇനി നമ്മുടെ വണ്ടി പിറകിലായിട്ട് വെച്ച് ലോഡ് ചെയ്യണം. അപ്പം നമ്മുടെ ഇറ്റാച്ചി വന്ന് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 ബക്കറ്റ് സാധനം ഇട്ടു. വലിയ ബക്കറ്റാണ് കേട്ടോ ഇറ്റാച്ചിയുടെ. പെട്ടെന്ന് നമ്മുടെ
10 വീല് ടോറസ് ലോറി പുഷ്പം പോലെ ലോഡാവും. അപ്പോൾ ചറവറാന്നിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ക്യാമറയിൽ കാണുന്നൊരു സൈസ് അല്ല, അത്യാവശ്യം നല്ല ഹെവി സാധനമാണ് നമ്മുടെ ഇറ്റാച്ചി. നമ്മുടെ ലോറിയുടെ ടയറും ആ ബക്കറ്റിൻ്റെ സൈസും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ലോറിയേക്കാൾ എത്രയോ വലിപ്പമുണ്ട് കേട്ടോ നമ്മുടെ ഈ ഇറ്റാച്ചിക്ക്. അത്യാവശ്യം നല്ല സൈസ് സാധനമാണ്. ഇത് പകുതി ലോഡായി കഴിഞ്ഞു. മൂപ്പർ മൊത്തം കറക്കി അടിക്കുകയാണ് കേട്ടോ. അതേപോലെ ഇതായി നമ്മുടെ വണ്ടിയുടെ പിറകിലായിട്ട് കാണുന്നതാണ് നമ്മുടെ താറിങ്ങിൻ്റെ പ്ലാന്റ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ മിക്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്സ് ചടപടാന്നും പറഞ്ഞ് മിക്സാക്കി നമ്മുടെ സൈഡിലോട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡുമായിട്ട് നേരെ നമ്മുടെ മോർത്താന പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ പ്രജീഷ് ചേട്ടൻ്റെ വണ്ടിയൊക്കെ ലോഡ് തട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് മോർത്താന പ്ലാന്റിൽ പോകണം. നമ്മുടെ ഈ മെറ്റീരിയൽ എവിടെ ഡ്രോപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് നമ്മുടെ താർമിക്സ് എടുത്ത് വീണ്ടും സൈഡിലോട്ട് പോകണം. അപ്പോൾ പുറത്തൊക്കെ നല്ല വെയിൽ തന്നെയാണ്. ചൂട് ഒന്നും പറയാനില്ല, അതിശക്തമായ ചൂട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നായിക്കാപ്പിൽ ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബൂം പമ്പ് ഇതാ ഫ്രണ്ടിലായിട്ട് ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. എവിടെയോ കാര്യമായ കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഡ്രൈവർ ജിനുവാടനാണ്. നമ്മുടെ ജിനുവാടൻ്റെ വണ്ടിയാണത്. അപ്പോഴേ നമ്മൾ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ വണ്ടികളും ഇതാ ഫ്രണ്ടിലായിട്ട് കിടപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റിലോട്ട് ഓരോരോ മെറ്റീരിയൽസ് ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ JCB ഇതാ ഫ്രണ്ടിലായിട്ട് കിടപ്പുണ്ട്. ഇപ്പം നമ്മുടെ വലിയ ലോഡറാണ് മുകളിലായിട്ട് നമ്മുടെ ബിന്നൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോഡുമായിട്ട് ഇതാ സൈഡിലെത്തിയിട്ടുണ്ട്. വേറൊരു വണ്ടി ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇതാ ലോഡൊക്കെ തട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലോഡ് തട്ടിക്കഴിഞ്ഞ വണ്ടിയുണ്ട്. ഇവിടെ നല്ല പിടുത്തം വിട്ട താറിങ് പരിപാടി തന്നെയാണ്. ഒരുപാട് ദൂരത്തോളം ഇന്ന് വലിച്ചു തീർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുമ്പളപ്പാലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇതാ റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. നമ്മുടെ ഒന്നാമത്തെ പേവർ ഇതാ ഇത്രത്തോളം ദൂരം എത്തിയിട്ടുണ്ട്. കുമ്പളപ്പാലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് തട്ടിക്കൊണ്ടിങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്. നമ്മൾ വീണ്ടും നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏതാ JCB ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി തട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് ചെയ്യണം. അപ്പം നമ്മുടെ JCB നമ്മുടെ വണ്ടിക്കകത്തോട്ട് മെറ്റീരിയൽസ് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇറ്റാച്ചി വരുന്നുണ്ട്, പക്ഷേങ്കിൽ കുറച്ച് ദൂരെയായിട്ടാണ് നമ്മുടെ ഇറ്റാച്ചി കിടക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ JCB വന്നപ്പോൾ അത് വെച്ച് ലോഡ് ചെയ്തതാണ്. JCB അല്ല, ഇത് നമ്മുടെ കേറ്റിൻ്റെ ബാക്കോ ലോഡറാണ് കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ബാക്കോ ലോഡർ എന്നാണ്. നമ്മൾ JCB എന്ന് പറയുന്ന സാധനം അതൊരു കമ്പനി മാത്രമാണ്. ഇപ്പം നമ്മുടെ JCB ഒരുപാട് സാധനം വാരിക്കോരി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ചി ദൂരെയായിട്ട് ഇതാ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ JCB എല്ലാം സൈഡിലോട്ട് മാറിയിട്ടുണ്ട്.
ഇറ്റാച്ചി അതാ മൊത്തം മലയും കുന്നും ഒക്കെ കയറി ഇറങ്ങി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി സാധനം ലോഡ് ചെയ്യണം. അത് നമ്മുടെ ഇറ്റാച്ചി വെച്ച് ലോഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗുരുവായൂർ കേശവൻ. ആശാനിത ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായി. നമ്മൾ നേരെ ഇതാ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോണ്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഒരു വണ്ടി കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും റിവേഴ്സ് എടുത്ത് വീണ്ടും ഫ്രണ്ടിലോട്ട് പോവാണ്. അപ്പോൾ കാണാം ഫ്രണ്ടിലൊരു JCB വരുന്നു. അപ്പോൾ JCB അവിടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതുവഴി മെല്ലെ കടന്ന് ഇങ്ങനെ പോണം. നമ്മുടെ പ്ലാന്റിന്റെ പിറകിലായിട്ടാണ് ഈ മെറ്റീരിയൽസ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ സ്ലറി കൂട്ടിയിട്ടിട്ടുണ്ട്. അതേപോലെ ഒരു വണ്ടി പ്ലാന്റിൽ നിന്ന് ലോഡാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മെറ്റീരിയൽസ് കയറ്റാൻ വേണ്ടി വന്ന വണ്ടിയാണ്. അഭിയാടനാണിത്. അപ്പോൾ അടുത്ത വണ്ടി ലോഡ് ചെയ്യേണ്ടത് അഭിയാടനാണ്. നമ്മുടെ ലോഡിംഗ് ഒക്കെ ചെയ്ത് നേരെ പോകുന്നത് മോർത്താന പ്ലാന്റിലോട്ടാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന വണ്ടിയൊക്കെ താറിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ലിനി ചേട്ടൻ ഇതാ ഇവിടെ ഉണ്ട്. ലിനി ചേട്ടന്റെ വണ്ടിയൊക്കെ താറിങ്ങിന് വേണ്ടിയിട്ട് ഓടുകയാണ്. നമ്മുടെ കോൺക്രീറ്റ് പ്ലാന്റൊക്കെ വർക്കിംഗ് ആണ്. ഒറ്റ റെഡി മിക്സ് വണ്ടി ഇവിടെ പെൻഡിങ് ഇല്ല. എല്ലാം സൈഡിലോട്ട് പോയിരിക്കുകയാണ്. നമ്മൾ ലോഡ് എടുത്ത് നേരെ ഡീസൽ അടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നേരെ ഡീസൽ അടിച്ച് ഇതാ മഞ്ചേശ്വരം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വണ്ടികളൊക്കെ അടിച്ച് ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു കേട്ടോ. ദേ സൂര്യനൊക്കെ അസ്തമിക്കാറായി.